വിധി വന്നതോടെ തെളിവ് നശിപ്പിച്ചത് പോലീസല്ല എന്ന് തെളിഞ്ഞതായി മുൻ DGP TP സെൻകുമാർ മീഡിയ വണിനോട്. ആന്റണി രാജു തെളിവ് നശിപ്പിച്ചതിന്റെ തെളിവുണ്ടായത് നിർണായകമായി. 36 വർഷമെടുത്ത കേസിൽ ആന്റണി രാജുവിന് ജീവപര്യന്തം വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സെൻകുമാർ പറഞ്ഞു. വർഷങ്ങളെടുത്ത തൊണ്ടിമുതൽ കേസിൽ ഇപ്പോൾ MLA ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേസിൽ സുപ്രധാന തീരുമാനമെടുത്ത മുൻ DGP കൂടിയായിട്ടുള്ള TP സെൻകുമാർ സർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സർ, വർഷങ്ങളെടുത്തു കേസ് തെളിയാൻ. കേസ് കോടതിയിൽ തെളിയാനായിട്ട് വർഷങ്ങളെടുത്തു. സംഭവം നടന്നത് 1990-ലാണ്. നിങ്ങൾ ആരും ജനിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ 36 വർഷം എടുത്താണ് ഒരു കേസ് ആകുന്നതെങ്കിൽ അതിലുണ്ടായിരുന്ന സാക്ഷികൾ പലരും മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന സാക്ഷികൾക്ക് ഇപ്പോൾ വക്കം പ്രഭ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രധാന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വരെ വളരെ ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് വരുന്ന പ്രായം കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിലെത്തി. അങ്ങനെയാണ് ചില കേസുകൾ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ശ്രദ്ധയിൽ വരാൻ കാരണം KK ജയമോഹൻ എന്നൊരു ഓഫീസറുടെ പേരിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ സ്ട്രിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇത് പോലീസാണ് ഈ പരിപാടിയെ ഒപ്പിച്ചത് എന്നുള്ള വിധത്തിൽ. അതായത് അണ്ടർവെയർ മാറ്റി വേറെ ഒരെണ്ണം വെച്ചത് അവരാണ് കേസ് തോൽപ്പിക്കാൻ വേണ്ടി, അയാളെ സഹായിക്കാൻ വേണ്ടി. അതല്ല എന്നുള്ള സത്യം അറിയാവുന്ന സീനിയർ ഉദ്യോഗസ്ഥരാരും കാര്യമായിട്ടുള്ള എഫേർട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ജയമോഹൻ സുപ്രീം കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങി. കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച് ഡയറക്ഷൻ കൊടുത്തു. തിരുവനന്തപുരം ജില്ലാ ജഡ്ജിന് ഇതിൽ കേസ് FIS കൊടുക്കണം. അത് FIS ഇട്ടതിന് ശേഷമൊന്നും പോലീസ് നടപടി എടുത്തില്ല 2005 വരെ. അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പോലീസിൻ്റെ മുഖത്ത് കാര്യവാരി തെച്ച ഒരു കേസിൽ പോലീസിന് നടപടിയെടുക്കാൻ ഇത്ര വൈമുഖ്യം എന്തായിരുന്നു? മാത്രമല്ല ആന്റണി രാജു എന്ന് പറയുന്ന ആളന്ന് MLA അല്ല, ഒന്നുമല്ലായിരുന്നു. അപ്പോൾ അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു അവർക്കൊക്കെ എതിരെ. അവരെല്ലാം സർവീസിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഏതായാലും അതിനുശേഷം 2014 ശേഷം ചത്തുകിടന്ന കേസിന് ജീവൻ വെച്ചത് അനിൽ ഇമ്മാനുവൽ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വരെ രാജിവെച്ച് പുറത്തിറങ്ങി അദ്ദേഹം ശക്തമായി നടത്തിയ പോരാട്ടങ്ങളാണ് വാസ്തവത്തിൽ ഈ കോടതിയിൽ ചലനമുണ്ടാക്കാനും അവസാനം ഈ വിധിയിലെത്തിക്കാനും കാരണം. സോ എവരി സല്യൂട്ട് ടു അനിൽ ഇമ്മാനുവൽ. കോടതിയിൽ വരെ തെളിവ് നശിപ്പിച്ചിട്ട് പോലും ഈ കുറ്റം തെളിഞ്ഞു എന്നതല്ലേ ഇതിലൊരു നശിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവുണ്ടായിരുന്നു. നശിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അത് ബാക്കി വെച്ചിരുന്നു. അതാണ് കാര്യം. ഇത്തരത്തിൽ ഇത്രയും വർഷമെടുത്തു ഈ ഒരു കേസ് തെളിയാൻ വേണ്ടി. ഇപ്പോൾ ജീവപര്യന്തം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ശിക്ഷ ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ശിക്ഷിക്കുന്നതിലധികം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം ആര് ശിക്ഷിക്കപ്പെടുമെന്ന് ഉള്ളതല്ല. പോലീസല്ല ഇത് ചെയ്തത്, മറ്റ് ആരോ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാനും ജയമോഹനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തെളിഞ്ഞു എന്നുള്ളതാണ്. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്ട്രക്ചറോടുകൂടി ജയമോഹന് വന്ന വിധി അത് ശരിയല്ല എന്ന് തെളിഞ്ഞു.